ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. 8051 സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എന്താണ്? ഡേറ്റ ബിറ്റ് റിസീവ് ആൻഡ് സെൻഡ് സീരിയലി. പാരലൽ കമ്മ്യൂണിക്കേഷൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് അറിയില്ലേ? പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? പാരലി ആണ് ഡേറ്റ സെൻഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടാവും. സീരിയൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എന്താണ്? രണ്ട് ഡിവൈസിന് ബിറ്റ്വീൻ സിംഗിൾ ചാനൽ ഉണ്ടാവുള്ളൂ. അതിലൂടെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. ഇവിടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ 3 രജിസ്റ്റേഴ്സ് ആർ ദെയർ. First one is serial buffer register, then serial control register, then third one is power control register. Serial buffer register എന്തായിട്ട് യൂസ് ചെയ്യുക? നമുക്ക് സെൻഡ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണത് സീരിയൽ ബഫർ. സീരിയൽ കൺട്രോൾ എന്തായിരിക്കും? ഇറ്റ് കൺട്രോൾസ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. പവർ കൺട്രോൾ എന്താണ്? ഇറ്റ് കൺട്രോൾസ് ഡേറ്റ റേറ്റ്. ഡേറ്റ റേറ്റിനെ കൺട്രോൾ ചെയ്യാനാണ്. ഈ 3 രജിസ്റ്ററിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2 പിന്നാണ്. ഇപ്പൊ 8051 IC ഒരു 40 പിൻ IC ആണ്. അതിലുള്ള 2 പിന്നാണ് RxD, TxD. ഓക്കെ, അതിൽ RxD എന്തായിരിക്കും? റിസീവ് ഡേറ്റ. TxD എന്താണ്? ട്രാൻസ്മിറ്റ് ഡേറ്റ. അപ്പൊ ഡേറ്റ റിസീവ് ചെയ്യുന്ന ഏത് പിന്നിലൂടെ ആയിരിക്കും? ഈ RxD പിന്നിലൂടെയാണ്. അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എവിടെ കൂടെ ആയിരിക്കും? ഈ TxD പിന്നിലൂടെയാണ്. അപ്പൊ ഇത്രയും ടേംസ് ആണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. 3 രജിസ്റ്റേഴ്സ് ആർ ദെയർ. SBUF, SCON, PCON. 2 പിൻ ഉണ്ടാവും, RxD, TxD. So ഈ ഫസ്റ്റ് വൺ സീരിയൽ ബഫർ രജിസ്റ്റർ. സീരിയൽ ബഫർ ഈസ് ഫിസിക്കലി 2 രജിസ്റ്റേഴ്സ്. ഒരു സെക്ഷൻ റൈറ്റ് ഓൺലി ആയിരിക്കും, ഒരു സെക്ഷൻ റീഡ് ഓൺലി ആയിരിക്കും. അപ്പൊ അതിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ. SBUF എന്നാണ് 2 പാർട്ടായിട്ടുണ്ട്. ഒന്ന് റൈറ്റ് ഓൺലി ആണ്, ഒന്ന് റീഡ് ഓൺലി ആണ്. അപ്പൊ റൈറ്റ് ഓൺലി രജിസ്റ്റർ എന്തിനായിരിക്കും യൂസ് ചെയ്യുക? നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 8051 നിന്ന് ഡേറ്റ ഒരു പെർട്ടിക്കുലർ ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്യുമ്പോൾ ഏത് പിന്നിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്? TxD പിന്നിലൂടെയാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ TxD പിന്നിലൂടെ സെൻഡ് ചെയ്യേണ്ട ഡേറ്റ ആദ്യം എന്ത് ചെയ്യണം? SBUF രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പൊ 8051 ഫസ്റ്റ് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുന്നു? SBUFലേക്ക് റൈറ്റ് ചെയ്യുന്നു. ആ റൈറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ റൈറ്റ് ഓൺലി പാർട്ടിലേക്ക് ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ ഒരു ഡിവൈസിന് ഇങ്ങോട്ടേക്ക് ഒരു ഡേറ്റ റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. റിസീവ് ചെയ്യാനുള്ള പിൻ ഏതാണ്? RxD ആണ്. RxD പിന്നിലൂടെ റിസീവ് ചെയ്ത ഡേറ്റയും എവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഈ സീരിയൽ ബഫർ രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സ്റ്റോർ ചെയ്തിട്ട് എന്തായിരിക്കും? ഇത് ഈ RxD പിന്നിലൂടെ വരുന്ന ഡേറ്റ നേരെ എവിടേക്ക് സ്റ്റോർ ആവും? സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആവും. അവിടുന്ന് 8051 എന്ത് ചെയ്യണം? റീഡ് ചെയ്തെടുക്കണം. ഇപ്പൊ 8051 സൈഡിൽ നോക്കുകയാണെങ്കിൽ 8051 ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ എന്ത് ചെയ്യണം? സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യണം. അതുപോലെ റിസീവ് ചെയ്ത ഡേറ്റ 8051 എന്ത് ചെയ്യണം? റീഡ് ചെയ്തെടുക്കണം. സോ അതിനാണ് റൈറ്റ് ഓൺലി പാർട്ടും റീഡ് ഓൺലി പാർട്ടും. സോ റൈറ്റ് ഓൺലി എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ഡേറ്റ ടു ബി ട്രാൻസ്മിറ്റഡ് വയ TxD. റീഡ് ഓൺലി എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് റിസീവ്ഡ് ഡേറ്റ ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് ത്രൂ RxD. ഇനി നമുക്കൊരു ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? SBUF-ലാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഫോർ എ ബൈറ്റ് ഓഫ് ഡേറ്റ ടു ബി ട്രാൻസ്ഫേർഡ് പ്ലേസ്ഡ് ഇൻ സീരിയൽ ബഫർ രജിസ്റ്റർ. അതുപോലെ തന്നെ RxD പിന്നിലൂടെ റിസീവ് ചെയ്ത ഡേറ്റയും എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക? SBUF-ലാണ്. ഇനി SBUF ആക്സസ് ചെയ്യാൻ സാധാരണ എല്ലാ രജിസ്റ്ററും ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ മൂവ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് SBUF-ലേക്ക് ഒരു 44 എന്ന് സ്റ്റോർ ചെയ്യണമെങ്കിൽ മൂവ് SBUF, #44. ഈ ഹാഷ് സിമ്പിൾ എന്താണ്? നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇമ്മീഡിയറ്റ് ഡേറ്റ ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഇമ്മീഡിയറ്റ് ഡേറ്റ 44 മൂവ് ടു സീരിയൽ ബഫർ രജിസ്റ്റർ. ഇനി അടുത്തത് എന്താണ്? ഈ മൂവ് SBUF, A മീൻസ് എന്താണ്? അക്യുമുലേറ്റർ കണ്ടന്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, SBUF-ലേക്ക് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ഇപ്പൊ നമുക്ക് സീരിയൽ ബഫർ രജിസ്റ്ററിലുള്ള ഡേറ്റ അക്യുമുലേറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? മൂവ് A, SBUF. ഇതുപോലെ എല്ലാ രജിസ്റ്ററും പോലെ തന്നെ നമുക്ക് മൂവ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റ റീഡ് ചെയ്യാനോ ഒക്കെ പറ്റും. ഇനി അടുത്താണ് സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ വിച്ച് ഈസ് നോൺ ആസ് SCON. ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്. ഈ പെർട്ടിക്കുലർ രജിസ്റ്ററിലെ ഒരു 8-ബിറ്റ് രജിസ്റ്റർ ആണ്. ഇതിൽ ഓരോ ബിറ്റിന്റെ യൂസ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് SM0, SM1, ദെൻ TIRI. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിറ്റാണ്. REN ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. SM0യും SM1 എന്ന് വെച്ചാൽ സീരിയൽ പോർട്ടിന്റെ മോഡ് സെറ്റ് ചെയ്യാനുള്ള ബിറ്റാണ്. ടൈമറിലെ പോലെ തന്നെ ഇവിടെയും 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ബിറ്റ് യൂസ് ചെയ്യുന്നത്? SM0, SM1 യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ 00, 01, 10, 11 വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡിഫറെന്റ് മോഡിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി SM2 യൂസ് ചെയ്യുക. ഈ SM2 യൂസ് ചെയ്യുന്നത് മൾട്ടി പ്രോസസർ കമ്മ്യൂണിക്കേഷൻ വരെയാണുള്ളത്. ദാറ്റ് മീൻസ് ഒരു സിസ്റ്റത്തിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ പ്രോസസർ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിൽ ഒരു സിംഗിൾ പ്രോസസർ, ബട്ട് മൾട്ടിപ്പിൾ പ്രോസസർ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിറ്റാണ് SM2.
അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള യൂഷ്വൽ യൂസിലൊന്നും ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. മൾട്ടിപ്പിൾ പ്രോസസ് ആണ്. ഇപ്പൊ ഒരു സിസ്റ്റത്തിനുള്ളിൽ തന്നെ ഒരു 3 8051 ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ ഡേറ്റ നമുക്കൊരു പ്രോസസർ ചെയ്യണം. ആ പ്രോസസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 8051 മാത്രം സെൻഡ് ചെയ്താൽ മതി. അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SM2. അത് SM2 എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് അടുത്ത ക്ലാസ്. അതിൽ ആ മോഡ് വരുമ്പോഴത്തേക്ക് ചില മോഡ് ഓഫ് ഓപ്പറേഷനിൽ ഇതിന്റെ ഹെൽപ്പ് വരും. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഇത്ര ഓർത്താൽ മതി. SM2 എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ പ്രോസസർ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബിറ്റാണ് SM2. അല്ലാണ്ട് ബേസിക് ആയിട്ടുള്ള യൂഷ്വൽ സിറ്റുവേഷനിലൊന്നും SM2ന്റെ ആവശ്യമില്ല. ദെൻ REN ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിറ്റാണ് റിസീവ് എനേബിൾ ബിറ്റ്. അതിന്റെ പേര് കേൾക്കുമ്പോഴേ അറിയില്ലേ, ഇത് 1 ആണെങ്കിൽ എന്താണ്? റിസപ്ഷൻ എനേബിൾ ചെയ്യും. 0 ആണെങ്കിൽ എന്ത് ചെയ്യും? റിസപ്ഷൻ ഡിസേബിൾ ചെയ്യും. അപ്പൊ നമുക്ക് 8051 കുറച്ച് ടൈമിൽ എന്താണ് ഡേറ്റ ഒന്നും സീരിയലി റിസീവ് ചെയ്യണ്ട, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ റിസീവ് എനേബിൾ എന്താക്കിയാൽ മതി? 0 ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് ക്ലിയർ ടു 0 ടു ഡിസേബിൾ റിസപ്ഷൻ. അതാണ് ആദ്യത്തെ ഇത്ര. ഇനി നെക്സ്റ്റ് ഉള്ളത് TB8 ഉം RB8 ഉം. അതും യൂഷ്വലി ബേസിക് ഓപ്പറേഷൻ യൂസ് ചെയ്യില്ല, ചില മോഡിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അത് ആ മോഡ് ഓഫ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്മിറ്റ് ബിറ്റ് 8 ഉം ഇത് റിസീവ് ബിറ്റ് 8 ആണ്. അത് നമുക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്ത ഈ രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, TI RI. TI ഈസ് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗ് ആണ്, RI ഈസ് റിസീവ് ഇന്ററപ്റ്റ് ഫ്ലാഗ് ആണ്. പേര് കേൾക്കുമ്പോഴേ അറിയാലോ, നമുക്കൊരു ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഫുൾ ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു 8051 ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് ഒരു സിംഗിൾ ബൈറ്റ് സെൻഡ് ചെയ്യാറുണ്ട്. ബൈറ്റ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരിവിടെ സ്റ്റോർ ചെയ്യും, SBUF സെൻഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ TXD പിന്നിലൂടെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഏത് ഫ്ലാഗ് സെറ്റ് ചെയ്യും? TI ഫ്ലാഗ് സെറ്റ് ചെയ്യും. ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയി എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു ഫ്ലാഗ് ആണെന്ന് TI. So transmit inter flag. When the 8051 finished the transfer of 8-bit character, it raises TI flag to indicate that it is ready to transfer another byte. Okay. But TI bit raise ചെയ്യുന്നത് സ്റ്റോപ്പ് ബിറ്റിന്റെ ബിഗിനിങ് ആയിരിക്കും. നിങ്ങൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും. നമുക്ക് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ, അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പഠിച്ചില്ലേ? സ്റ്റാർട്ട് ബിറ്റും അസിങ്ക്രോണസിൽ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റും. സ്റ്റാർട്ട് ബിറ്റ് മീൻസ് എന്നാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാർട്ട് ആണെന്ന് ഡിനോട്ട് ചെയ്യുന്നതാണെന്ന് സ്റ്റാർട്ട് ബിറ്റ്. അത് 0 ആയിരിക്കും എപ്പോഴും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡേറ്റ സെൻഡ് ചെയ്യും. ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാനുള്ള ബിറ്റാണ് സ്റ്റോപ്പ് ബിറ്റ്. ഈ സ്റ്റാർട്ട് ബിറ്റ് എപ്പോഴും 0 ആയിരിക്കും, സ്റ്റോപ്പ് ബിറ്റ് എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് സെൻഡ് ചെയ്യാണ്. അപ്പൊ ബൈറ്റിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴാണ്, എൻഡിങ് എപ്പോഴൊക്കെയാണെന്ന് ആ റിസീവ് ചെയ്യുന്ന ഡിവൈസ് അറിഞ്ഞിരിക്കണ്ടേ, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും. അപ്പൊ ഈ ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ബിറ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മുടെ TI ഫ്ലാഗ് സെറ്റ് ആവുക. സോ TI ബിറ്റ് ഈസ് റേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്റ്റോപ്പ് ബിറ്റ്. ഈ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ഡയഗ്രാം ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് റിസീവ് ഇന്റർ ഫ്ലാഗ്. റിസീവ് ഇന്റർ ഫ്ലാഗ് എന്തായിരിക്കും? പേര് കേൾക്കുമ്പോഴേ അറിയാം. നമുക്ക് ഒരു ഡേറ്റ 8051 സീരിയലി ഒരു ഡേറ്റ റിസീവ് ചെയ്തു. ത്രൂ ഏത് പിന്നായിരിക്കും റിസീവ് ചെയ്യുക? RxD പിൻ റിസീവ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ഒരു റിമൂവ് ചെയ്തിട്ട് ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യും? SBUF. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി 8 ബിറ്റ് ആയിരിക്കും ഡേറ്റ, പിന്നെ സ്റ്റാർട്ട് ബിറ്റ് ഒരു ബിറ്റ് ഉണ്ടാവും, സ്റ്റോപ്പ് ബിറ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ടോട്ടലി 10 ബിറ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? സെൻഡ് ചെയ്യേണ്ട ഡേറ്റ 8051 ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ SBUF എന്ത് ചെയ്യും? 8 ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യും. പിന്നെ അതിൽ എന്ത് ചെയ്യും? മറ്റേ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. അതുപോലെ റിസീവ് ചെയ്യുമ്പോൾ എന്താണ്? ഇതുപോലെ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? SBUF സ്റ്റോർ ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞാൽ എന്താണ്? RI ഫ്ലാഗ് റേസ് ആവും. ഒരു സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് ഒരു ഡേറ്റ റിസീവ് ആയി കഴിഞ്ഞാൽ. കാരണം എന്താണ്? ഇങ്ങനെ ഡേറ്റ റിസീവ് ചെയ്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് RI ഫ്ലാഗ് യൂസ് ചെയ്യുക. അതാണ് TI ഫ്ലാഗും RI ഫ്ലാഗും. ഇത് രണ്ടും ഇന്ററപ്റ്റ് ഫ്ലാഗ് ആണ്. ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ TI ഫ്ലാഗ് റേസ് ആവും. ഒരു ഡേറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ RI ഫ്ലാഗ് റേസ് ആവും. പിന്നെ ഇന്ററപ്റ്റിൽ നമ്മൾ ഇതേ സെയിം കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ടൈമറിന് നമ്മൾ പറഞ്ഞില്ലേ, TF0, TF1 രണ്ട് ഫ്ലാഗ് ഉണ്ട്. ടൈമർ ഓവർഫ്ലോ ആകുമ്പോൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ സീരിയൽ കമ്മ്യൂണിക്കേഷനിലെ രണ്ട് ഇന്റർ ഫ്ലാഗ് ആണെന്ന് TIയും RI. ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്. ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന നെക്സ്റ്റ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് PCON, പവർ മോഡ് കൺട്രോൾ. അപ്പൊ ഇതിൽ നമുക്കുള്ള ഫസ്റ്റ് വൺ ആണ് S മോഡ്. S മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷനിലെ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനാണ്. ബോർഡ് റേറ്റ് മീൻസ് അതിൽ ഒരു പെർ സെക്കൻഡ് എത്ര നമ്പർ ഓഫ് ബിറ്റ് സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ റിസീവ് ചെയ്യണം, അത് കൺട്രോൾ ചെയ്യുന്ന അത് എന്തിനെ ഡിപ്പെൻഡ് ആയിരിക്കും? ബോർഡ് റേറ്റിന് ഡിപ്പെൻഡ് ആയിരിക്കും. ഈ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് S മോഡ്. ഇത് നമുക്ക് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷന്റെ കേസിൽ വരുമ്പോൾ ഓരോ മോഡിലും ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ. ചിലതിൽ ബോർഡ് റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും, ചിലതിൽ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും.
അപ്പൊ അതിന് നമുക്ക് എസ് മോഡിന് 0 അല്ലെങ്കിൽ 1 എന്നൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബോർഡ് റേറ്റ് ഒക്കെ ചേഞ്ച് ആവും. അപ്പൊ അത് വിത്ത് ഇക്വേഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇത്രയും ഓർക്കുക, ഇതെന്താണ് ബോർഡ് റേറ്റിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബിറ്റാണ് എസ് മോഡ്. പിന്നെ GF0 G1 EF1 ജനറൽ പർപ്പസ് ഫ്ലാഗ് ബിറ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഫ്ലാഗ് രജിസ്റ്ററിന്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്, GF0 GF1 എന്നൊക്കെ. പിന്നുള്ളതാണ് PD IDL. PD മീൻസ് പവർ ഡൗൺ ബിറ്റ് ആണ്. ഈ IDL ഈസ് ഐഡിയൽ മോഡ് ബിറ്റ് ആണ്. അപ്പൊ ഇത് ഒരു സിസ്റ്റത്തിന്റെ ഒരു പവർ ഡൗൺ കോൺഫിഗറേഷനിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യും. അത് ഐഡിയൽ മോഡ് കോൺഫിഗറേഷൻ ആക്കണമെങ്കിൽ ഇതെന്ത് ചെയ്യും, 1 ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. PD 1 ആയി കഴിഞ്ഞാൽ അത് പവർ ഡൗൺ കോൺഫിഗറേഷനിലേക്ക് പോകും. IDL 1 ആയി കഴിഞ്ഞാൽ അത് ഐഡിയൽ മോഡിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇത്രയും 3 എണ്ണമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സീരിയൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രജിസ്റ്റർ ആണ് സീരിയൽ ബഫർ രജിസ്റ്റർ, നെക്സ്റ്റ് സീരിയൽ കൺട്രോൾ രജിസ്റ്റർ, പിന്നെ പവർ കൺട്രോൾ രജിസ്റ്റർ. അപ്പൊ ഇതൊക്കെ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിക്കാം. അതിനടുത്ത ക്ലാസ്സിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാം എപ്പോഴും ചോദിക്കും, ഒന്നുകിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ പ്രോഗ്രാം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.